എൻ്റെ ബിരുദ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് രാമചന്ദ്രൻ സാറിന് അവകാശപ്പെടാൻ പറ്റില്ല. അതെൻ്റെ സ്വന്തമാണ്, എൻ്റെ സ്വകാര്യതയാണ്. എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കാണിക്കാം. അല്ലാതെ സുനിൽ വടയാറിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ്, പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം എനിക്ക് കാണണം എന്ന് പറഞ്ഞ് വിവരാവകാശ കമ്മീഷനിൽ ചെല്ലുന്നു. കമ്മീഷൻ പറയുന്നു യൂണിവേഴ്സിറ്റിയോട്, ഞാൻ പഠിച്ച മഹാത്മാഗാന്ധി സർവകലാശാലയോട് പറയുന്നു കൊടുക്ക് അവന് എന്ന് പറഞ്ഞാൽ ഞാൻ കോടതിയിൽ പോകും. അതെന്ത് കാര്യത്തിന്? എൻ്റെ സർട്ടിഫിക്കറ്റ് എൻ്റെയാണ്, പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല, പ്രൈവറ്റ് ഡോക്യുമെൻ്റ് ആണ്, അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷെ ഞാൻ നിങ്ങളുടെ എംപ്ലോയർ ആണെങ്കിൽ എനിക്കൊരു ജോലി വേണം. ഞാൻ അങ്ങയുടെ അടുത്ത് വരുമ്പോൾ ശരി, നിന്റെ ഞാൻ സുനിലിന് ഇന്റർവ്യൂ ആണ്, അപ്പൊ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതല്ലാതെ മറ്റൊരാൾക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റ് കാണണം എന്ന് ശഠിക്കാൻ ഒരവകാശവും ഇല്ല. അങ്ങനെ അവകാശമുണ്ടെന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് തെറ്റാണെന്ന് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇത് നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അതെ, എനിക്ക് തോന്നുന്നു 100% ശരിയായ ഉത്തരവാണ്. അതെ, 2016 മുതൽ നീരജ് ശർമ്മ എന്ന് പറഞ്ഞൊരുത്തൻ ആരുടെയെങ്കിലും ആളായിരിക്കുമല്ലോ, കെജ്രിവാളിന്റെയോ മറ്റോ. കാരണം കെജ്രിവാളാണ് ഇത് ആദ്യം ആവശ്യപ്പെട്ടത്. നിങ്ങൾ ക്ലീൻ ആയിരിക്കണം, പൊതുജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഡിഗ്രി പരസ്യപ്പെടുത്തണം, നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരസ്യപ്പെടുത്തണം എന്നൊക്കെ കെജ്രിവാളാണ്. ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ MP-യോ MLA-യോ ആകാൻ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നോ? ഇല്ലല്ലോ, ഡിഗ്രി വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും പാസ്സായ ആൾക്ക് പ്രധാനമന്ത്രി ആയിക്കൂടെ? വോട്ടർ ആയിരിക്കണം എന്നല്ലേ ഉള്ളൂ. അതല്ലാതെ വേറെ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ദുരുദ്ദേശമായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പുകമറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ മോദിയുടെ ബിരുദ വിവരം കൊടുക്കാനായിട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയോട് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർ നൽകിയ ഉത്തരവ് അത് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സച്ചിൻ ദത്ത. അത് നേരത്തെ വാദമൊക്കെ കേട്ട് ഇന്നത്തേക്ക് വെച്ചിരുന്നതാണ്. അദ്ദേഹം അത് തള്ളി. അതിൻ്റെ അകത്ത് പൊതു താല്പര്യമില്ല. അതെ, പൊതു താല്പര്യമില്ല, സ്വകാര്യ വിവരങ്ങൾ പങ്കുവെക്കേണ്ടതില്ല. ഇതാണ് കോടതി അംഗീകരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തുഷാർ മേത്ത ഈ വാദത്തിൻ്റെ ഇടയിൽ പറഞ്ഞിരുന്നു. ഈ പുട്ടസ്വാമി കേസിൽ നമ്മുടെ ഭരണഘടനാ വകുപ്പ് 21 അനുസരിച്ചിട്ട് ഓരോരുത്തർക്കും സ്വകാര്യത അവകാശം ആണ്. അത് റൈറ്റ് ടു നോ, അറിയാനുള്ള അവകാശം ഉണ്ടല്ലോ, അതിനെ സൂപ്പർസീഡ് ചെയ്യുന്നതാണ് സ്വകാര്യത എന്നുള്ള അവകാശം. അതായത് ഒരാൾക്ക് വെറുതെ അറിയാനുള്ള അവകാശം അതിലും വലുതാണ് സ്വകാര്യത എന്ന് പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് RTI ആക്ട് ഈ ഒരു കൗതുകത്തിന്, ഒരു തമാശയ്ക്ക്, ബഫൂണറയ്ക്ക് ഇതിനൊന്നും RTI ആക്ട് ഉപയോഗിക്കാൻ പറ്റില്ല. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി അത് ഉപയോഗിക്കരുത്. പൊതു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുപോലും അറിഞ്ഞുകൂടാത്ത ഒരു മരയോളയാണ് വിവരാവകാശ കമ്മീഷൻ ആയിരുന്നത്. അത് M ആചാര്യ എന്ന് പറഞ്ഞ ഒരാളാണ് അന്ന് ആ ഉത്തരവ് കൊടുത്തിരുന്നത്. പ്രൊഫസറാണ്, പ്രൊഫസർ M ആചാര്യ, അന്നത്തെ വിവരാവകാശ കമ്മീഷണർ. അല്ല, മോദി സർക്കാരിന്റെ കാലത്ത് നിയമനം കിട്ടിയ ആളാണ്. 2017 ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ മോദിയുടെ വിവരങ്ങൾ 2017 ഉണ്ടായിരുന്നെങ്കിൽ മോദി സർക്കാർ നിയമിച്ചതാവണമെന്നില്ല. കാരണം 5 വർഷം മറ്റാണ് ഇവരുടെ കാലാവധി. അതെ, കാരണം 2014 മോദി വന്നിട്ടുള്ളൂ. ചിലപ്പോൾ മൻമോഹൻ സിംഗ് അവസാന കാലത്ത് ഒരാളെ നിയമിച്ചതാവാം, വെച്ചിട്ട് പോയതും ആവാം. അപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിരുന്നത്. അദ്ദേഹം പറഞ്ഞിരുന്നു ഈ CICയുടെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഉത്തരവ് ഈ കാരണങ്ങൾ കൊണ്ട് റദ്ദാക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് കോടതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഒരു കാര്യം പറഞ്ഞു, ഈ ബിരുദ സർട്ടിഫിക്കറ്റ് ഞങ്ങൾ കോടതിയെ കാണിക്കാൻ തയ്യാറാണ്. കോടതിക്ക് ബോധ്യപ്പെടണമല്ലോ, ഞങ്ങൾ കോടതിയെ കാണിക്കാൻ തയ്യാറാണ്. 1978 BA ബിരുദം അദ്ദേഹത്തിന് ഉണ്ട്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലുണ്ട്, ഞങ്ങൾ കോടതിയെ കാണിക്കാം. കോടതി കാണിച്ചു.
കോടതിയെ കാണിക്കാം എന്ന് വാദിച്ചിരുന്നു. പക്ഷെ കോടതി അതിൽ ഇൻസിസ്റ്റ് ചെയ്തതായിട്ടൊന്നും റിപ്പോർട്ടുകൾ ജഡ്ജ്മെന്റ് പൂർണ്ണരൂപം വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അല്ല, കോടതി കാണിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടാവും. അതെ, അപ്പോൾ കാണിക്കാൻ അത് പറഞ്ഞിരുന്നല്ലോ, കാണിക്കാൻ ഇതിൽ രഹസ്യമൊന്നുമില്ല എന്ന് കോടതിക്കും ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ കാണിക്കാം എന്ന് പറയുന്നത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഉള്ളത് കൊണ്ടാണ് കാണിക്കാമെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു ഡിപന്മാരൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ മോദിക്ക് ഡിഗ്രി ഇല്ല, അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറ്റില്ലെന്ന് യൂണിവേഴ്സിറ്റി പറയുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ BA എന്നാണ് റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇയാള് 2016 ഡിസംബർ 21 ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ ഈ നീരജ് ശർമ്മയ്ക്കൊരു ഉത്തരവ് കൊടുത്തത്. അതായത് 1978 BA പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും ബിരുദ സർട്ടിഫിക്കറ്റ് നീരജ് ശർമ്മയ്ക്ക് പരിശോധിക്കണം. അതിന് ഡൽഹി യൂണിവേഴ്സിറ്റി അനുവദിക്കണം. എല്ലാവരുടെയും അതെ, എല്ലാവരുടെയും പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ മോദിയുടെ മാത്രം പരിശോധിക്കണം എന്ന് പറഞ്ഞ് ചെല്ലാനും പറ്റില്ല. അപ്പൊ ദുർദ്ദേശമാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിലാണ് മോദി ഉള്ളത്. 1978 2017 ജൂൺ 23 ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തു. സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു. അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ആയിരുന്ന ആള്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി ഫെബ്രുവരി 11 ഹൈക്കോടതിയിൽ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് പൊതു താല്പര്യമൊന്നുമില്ല, ഒരു കൗതുകം മാത്രമാണ് ഈ ഹർജിക്കാരനുള്ളത്, അത് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല. ഒരുത്തൻ്റെ കൗതുകവും വിനോദവും സാധിച്ചു കൊടുക്കേണ്ട പണിയല്ല കോടതിക്കുള്ളത്. അതെ, നേരത്തെ സുനിൽ പറഞ്ഞത് സത്യമാണ്. സുനിലിനോട് ഞാൻ വെറുതെ നിങ്ങളുടെ അത് കാണണം ഇത് കാണണം എന്നോടല്ല കോടതി ചെന്ന് പറയാ. നമ്മള് നേരിട്ട് പോലും എനിക്ക് പറയേണ്ട ഒരു കാര്യമില്ല, ഒരു അവകാശമില്ല എനിക്ക്. അത് സ്വകാര്യമായ കാര്യങ്ങളാണ്. അപ്പോൾ RTA ആക്ട് പ്രകാരം സ്വകാര്യ വിവരം കൊടുക്കാൻ പറ്റില്ല. അതാണ് പ്രധാനമായിട്ടും വിധിയുടെ ഭാഗമായി വരുന്നത്. RTA ആക്ട് അനുസരിച്ചിട്ട് സ്വകാര്യ വിവരങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല, ചോദിച്ചാൽ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ കൊടുക്കുമ്പോൾ RTA ആക്ട് ഒരു തമാശ ആയി മാറുന്നു. അപ്പോൾ 2017 ഉത്തരവ് എടുത്ത് കൊട്ടയിലിട്ടു. കെജ്രിവാൾ 2016 പറഞ്ഞു, മോദി ബിരുദ വിവരം വ്യക്തമാക്കട്ടെ. തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA പാസ്സായതായിട്ട് മോദി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഇയാൾ പറയുന്നതിന് മുമ്പ്, കെജ്രിവാൾ പറയുന്നതിന് മുമ്പ് നീരജ് ശർമ്മ ഈ ഇൻഫർമേഷൻ കമ്മീഷൻ അടുത്ത് പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ കെജ്രിവാളിൻ്റെ ഒരു ഏജൻ്റ് ആയിരിക്കണമല്ലോ അയാൾ. പോയി അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി കൊടുത്തില്ല, റിജക്റ്റ് ചെയ്തു RTA ആപ്ലിക്കേഷൻ. ഡൽഹി യൂണിവേഴ്സിറ്റി ആ നിലപാടെടുത്തു, അത് സ്വകാര്യമാണ്, പൊതു താല്പര്യം ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 2016 ഡിസംബറിൽ ഈ നീരജ് ശർമ്മ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണറുടെ അടുത്ത് പോവുകയാണ്. അപ്പോൾ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ പ്രൊഫസർ M ആചാര്യ പറഞ്ഞു, 2017 ജനുവരി 23 ഉത്തരവ് മറ്റേ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഹൈക്കോടതിയിൽ പോകുന്നത്. ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അങ്ങനെ സ്റ്റേ ചെയ്ത് ഈ പരാതിക്കാരന് വേണ്ടി ഹാജരായത് സഞ്ജയ് ഹെഗ്ഡെ എന്ന് പറഞ്ഞ ആ സീനിയർ ലോയർ, സുപ്രീം കോടതിയിലെ ദേശീയ ചാനലുകളിലൊക്കെ വരുമല്ലോ, സഞ്ജയ് ഹെഗ്ഡെയാണ് ഹാജരായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി അല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്താൻ സഞ്ജയ് ഹെഗ്ഡെക്ക് എത്ര ലക്ഷം രൂപ ഫീസ് കൊടുത്തു? ഒരുപാട് പണം. കാരണം കൗതുകമൊന്നുമല്ല അത്. അതിൻ്റെ പിന്നിൽ വേറെ ഈ പറഞ്ഞ പോലെ കെജ്രിവാളിനെ പോലുള്ള ആളുകളും ഇന്ത്യ മുന്നണിക്കാരും ഒക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ആളാണ്, പക്ഷെ സുപ്രീം കോടതിയിൽ അറിയപ്പെടുന്ന നല്ല വിലയുള്ള അഡ്വക്കേറ്റുമാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഈ കോടതി കണ്ടെത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇത് ഒരാളുടെ വിവരം മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്നത്. ഇന്ത്യയിൽ ധാരാളം സർവകലാശാലകളുണ്ട്. ഇങ്ങനെ ഉത്തരവ് വന്നാൽ എല്ലാവരുടെയും അറിയണം എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് ഓരോ വർഷത്തെയും തരാൻ പറയാം. ഒരു 25 കൊല്ലത്തെ ഇങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് ഇത്രയും കടലാസ് 10 രൂപയെ ഇല്ലേ ഇയാൾ ചെലവാക്കേണ്ടതുള്ളൂ. കോപ്പിക്ക് അനുസരിച്ച് പൈസ കൂടും. പക്ഷെ എന്നാൽ പോലും അത്രയും ആളുകളുടെ കൊടുക്കേണ്ടി വരും ഒരു ഉത്തരവ് കിട്ടിയാൽ. അതെ, കൊടുക്കേണ്ടി വരും. ഇതിന് തന്നെ ആയിരിക്കും പിന്നെ യൂണിവേഴ്സിറ്റി അതിൻ്റെ സമയം വ്യയം ചെയ്യേണ്ടി വരുന്നത്.
പിന്നെ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് താല്പര്യമില്ല. നേരത്തെ നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ യോഗ്യത പ്രധാനമന്ത്രിയാകാനായിട്ട്, മുഖ്യമന്ത്രി ആവാനും MLA ആവാനും പഞ്ചായത്ത് മെമ്പർ ആകാൻ പോലും യോഗ്യത നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അല്ല, അങ്ങനെ പറയുമ്പോൾ മോദിക്കില്ല എന്നല്ല, കോടതിയിൽ കാണിക്കാൻ തയ്യാറാണെന്ന് സർവകലാശാല പറഞ്ഞതിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റിന്റെ യൂണിവേഴ്സിറ്റിയുടെ പക്കലുണ്ടെന്നും കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും പറഞ്ഞു. കൈമാറിയിട്ടും ഉണ്ടാവും. ആ ജഡ്ജ്മെന്റ് വരട്ടെ, അപ്പോൾ നമുക്കറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.